ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പ്രോൺ പെപ്പർ മസാലയാണ്. നമ്മൾ ചെമ്മീൻ കൊണ്ട് കുരുമുളക് ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് സ്പൈസി ആയിട്ടുള്ള ഒരു മസാലയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തിയിട്ട് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ ഓരോ പുതിയ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 400 ഗ്രാം പ്രോൺസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസാണ് ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിന് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ മല്ലി, അതുപോലെ തന്നെ കുരുമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം, ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് വീഡിയോയിൽ നേരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കറക്റ്റായിട്ട്. ഇനി ഇതൊന്ന് ഈ പാനിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കിതൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോൺ മസാല തയ്യാറാക്കുന്നതിന് ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 15ഓളം ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഒരു 3 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഞാനിതിലേക്ക് 2 തക്കാളി സ്ലൈസ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം എല്ലാം തന്നെ നല്ല ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ നമ്മുടെ പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെമ്മീനൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്യണം. ഈ 10 മിനിറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് നമ്മളിതൊന്ന് അടിതട്ടി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, മൺചട്ടിയിലാണ് അടി പിടിക്കാതിരിക്കാൻ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണ്ട എന്നാണെങ്കിൽ, ഗ്രേവി വേണ്ടെങ്കിൽ അങ്ങനെ വറ്റിച്ചെടുക്കാൻ പറ്റും. ഞാനിതിലേക്ക് 2 പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് നേരം കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പ്രോൺ പെപ്പർ മസാല ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു വെളുത്തുള്ളി 2-3 എണ്ണം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ചെയ്തിട്ട് നമ്മുടെ പ്രോൺ പെപ്പർ മസാല വേറൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പ്രോൺ പെപ്പർ മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഉണ്ടാക്കുന്ന വിധം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. വേഗമാണ്, വളരെ ഈസിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നല്ല ചൂടോട് കൂടിയിട്ട് ഇതിന് സെർവ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.